ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു. ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖ മറിയത്തെ മംഗളവാർത്ത അറിയിക്കുമ്പോൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞ് അമ്മയെ ഈ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ എല്ലാം കേട്ടവൾ ദൈവത്തിന് തന്നെ സമർപ്പിക്കുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അമ്മയുടെ സമ്മതം ഏറ്റുവാങ്ങി മാലാഖ മറയുമ്പോൾ ദൈവത്തിന്റെ വലിയ പദ്ധതി ആരംഭിക്കുകയാണ്. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകൾ. ഈ 8 നോമ്പിൽ മംഗളവാർത്ത നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ദൈവപുത്രന്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൾ ദൈവത്തിന് തന്നെ സമർപ്പിച്ച് പറയുന്നത് എങ്ങനെയാ? ഇതാ കർത്താവിന്റെ ദാസി, ഇതാ ഞാൻ അവിടുത്തേക്ക് ദാസിയായി മാറുകയാണ്. ഇനി എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടങ്ങൾ, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ വചനങ്ങൾ എന്നിൽ സംഭവിക്കട്ടെ. 8 നോമ്പിൽ അമ്മയുടെ ജനന തിരുനാളിൽ അമ്മയിൽ നിന്നും നമുക്കും ഈ മാതൃക പുണ്യമായി സ്വീകരിക്കാം. ഇനി എൻ്റെ ഇഷ്ടങ്ങളല്ല, അങ്ങയുടെ ഇഷ്ടങ്ങൾ, അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ അവിടുത്തേക്ക് ദാസരാണ്. ഇതാണ് വിശ്വസിക്കുന്നവന്റെ പ്രാർത്ഥന. എൻ്റെ ഇഷ്ടങ്ങളല്ല, അവിടുത്തെ ഇഷ്ടങ്ങൾ എന്നിൽ സംഭവിക്കട്ടെ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഇഷ്ടങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ സാധിച്ചു തരും. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതമായി മാറട്ടെ. നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.